നമസ്കാരം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നേടിയ ആധികാരിക വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം T20ക്ക് ടീം ഇന്ത്യ കച്ചമുറുക്കുന്നത്. ശനിയാഴ്ച രാത്രി 7 മണി മുതൽ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് രണ്ടാം അംഗം നടക്കാനിരിക്കുന്നത്. ഈ മത്സരവും ജയിച്ച 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 മുന്നിലെത്തുകയാകും സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. ആദ്യ T20യിൽ കാര്യമായി വിയർക്കാതെ തന്നെ ജയിച്ചു കയറാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ബൗളിംഗ് നിരയും ബാറ്റിംഗ് നിരയും ഒരുപോലെ മികച്ച സംഭാവനകൾ നൽകിയപ്പോൾ വളരെ അനായാസം ഇന്ത്യ ജയിച്ചു കയറുകയും ചെയ്തു. പക്ഷേ രണ്ടാം T20യിൽ ഇതേ വിന്നിംഗ് കോമ്പിനേഷനെ ഇന്ത്യ നിലനിർത്തുവാൻ സാധ്യത കുറവാണ്. ചെന്നൈയിലെ രണ്ടാം T20യിൽ ഇന്ത്യൻ 11 എങ്ങനെയാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. ആദ്യ T20യിൽ ഇന്ത്യൻ വിജയം എളുപ്പമാകുന്നതിൽ ഈ ജോഡി നിർണായക പങ്ക് വഹിച്ചിരുന്നു. ടീമിന്റെ ടോപ്പ് സ്കോററും അഭിഷേക് ആയിരുന്നു. വെറും 34 പന്തിൽ ഇടം കയ്യൻ ബാറ്റർ നേടിയത് 79 റൺസ്, 8 കൂറ്റൻ സിക്സും 5 ഫോറുകളും അടക്കമായിരുന്നു ഈ ഇന്നിംഗ്സ്. സഞ്ജു ആകട്ടെ 20 പന്തിൽ 4 ഫോറും 1 സിക്സും ഉൾപ്പെടെ 26 റൺസും നേടിയിരുന്നു. ഈ കൂട്ടുകെട്ട് അധികം ബോൾ വേസ്റ്റ് ആക്കാതെ തന്നെ റൺസ് അതുപോലെ തന്നെ നല്ലൊരു അടിത്തറയും ഇട്ടത് കൊണ്ട് തന്നെ ഇവരെ മാറ്റി നിർത്താൻ സാധ്യതയില്ല. ഒരു ഓവറിലെ 22 റൺസ് അടക്കമാണ് സഞ്ജു കയ്യടി നേടിയത്. 1-ാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവാണ് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഡെക്കായി ക്രീസ് വിടുകയായിരുന്നു. ക്യാപ്റ്റനായ ശേഷം പഴയ മാജിക് ഒന്നും പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നത് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിലേക്ക് ഇറങ്ങിയ ശേഷം തിലക് വർമ്മയെ രണ്ടാം T20യിൽ 3-ാമനായി ഇന്ത്യ പ്രൊമോട്ട് ചെയ്തേക്കും. സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ 3-ാം നമ്പറിൽ തകർപ്പൻ പ്രകടനമാണ് തിലക് പുറത്തെടുത്തത്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ സെഞ്ചുറിയോടെ അദ്ദേഹം മിന്നിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ രണ്ടാം അംഗത്തിൽ തിലകിന് ഇന്ത്യ വീണ്ടും 3-ാം നമ്പറിലേക്ക് പ്രൊമോഷൻ നൽകാൻ സാധ്യത കൂടുതലാണ്. ഇനി മധ്യനിരയിൽ ആരെല്ലാമെന്ന് നോക്കാം. സൂര്യകുമാർ യാദവ് മുന്നിൽ നിന്നും 4-ാം നമ്പറിലേക്ക് മാറി നിന്നൊഴിച്ചാൽ ഇന്ത്യയുടെ ടോപ്പ് 7 ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റ് അഴിച്ചുപടികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. സൂര്യയ്ക്ക് ശേഷം 5-ാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ആയിരിക്കും. പിന്നാലെ 5-ാമനായി ഫിനിഷർ റിങ്കു സിംഗും കളിക്കുന്നതാണ്. തുടർന്ന് 7-ാമനായി ബാറ്റ് ചെയ്യുക യുവ സീം ബൗളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും. കഴിഞ്ഞ കളിയിൽ താരത്തിന് ബാറ്റിംഗിലോ ബൗളിംഗിലോ അവസരം ലഭിച്ചിരുന്നില്ല. നിതീഷിന് ശേഷം 8-ാം നമ്പറിൽ ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലും എത്തുന്നതാണ്. ഇന്ത്യയുടെ ബൗളിംഗ് ലൈനപ്പിൽ ഒരു മാറ്റം അടുത്ത കളിയിൽ ഉറപ്പിക്കാം. പ്രധാന സ്പിന്നറായി മിന്നുന്ന ഫോമിലുള്ള വരുൺ ചക്രവർത്തി തന്നെ തുടരുമ്പോൾ രവി ബിഷ്ണോയുടെ ചീട്ട് കീറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ കളിയിൽ 4 ഓവറിൽ 22 റൺസ് വിട്ടുകൊടുത്ത 24-കാരനായ സ്പിന്നർക്ക് വിക്കറ്റ് ഒന്നും ലഭിച്ചതുമില്ല. ബിഷ്ണോയ്ക്ക് പകരം പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് ഷമി ആയിരിക്കും ടീമിൽ എത്താൻ പോകുന്നത്. ഫിറ്റ്നസ് സംശയം കാരണം ആദ്യ കളിയിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. എന്നാൽ ചെന്നൈയിൽ ഷമി തിരിച്ചെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ബൗളിംഗ് പങ്കാളി.